ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മീഷോ പ്രോഡക്റ്റ് അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിംഗ് ചാനലിൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സംഗതി ഞാൻ വാങ്ങി കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ. പണ്ട് ടി വിയിലൊക്കെ കുക്കിംഗ് ചാനലൊക്കെ കാണുന്ന ടൈമിൽ ഇതിങ്ങനെ ഓയിൽ ഒഴിക്കുന്ന കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഈ കുപ്പിക്കൊക്കെ നല്ല കാശായിരിക്കും എന്നൊക്കെയാണ് കേട്ടോ അന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ മീഷോ മാമൻ്റെ കടയിൽ നിന്ന് 98 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു കുപ്പി വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്ന കുപ്പിയാണ് കേട്ടോ. കുറച്ച് മോഡേൺ പരിഷ്കാരി ആയിക്കോട്ടെ ഇനി നമ്മുടെ വെളിച്ചെണ്ണയും കൂടി. അപ്പോൾ അടുക്കളയിലൊക്കെ വെക്കുമ്പോൾ നല്ല ലുക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഒരബദ്ധം പറ്റിയെന്ന് തോന്നിയത്. ഇത് 1 kg കുപ്പിയാണ് കേട്ടോ. 500 ബോട്ടിൽ മതിയായിരുന്നു എന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. 98 രൂപയായിരുന്നു കേട്ടോ വില. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈവനിങ്ങിന് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചായ കുടിക്കാനൊരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ എന്തുണ്ടാക്കുക എന്ന് കരുതിയിരുന്നപ്പോഴാണ് കുറച്ച് ബ്രെഡ് ബാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയാലോ എന്ന് കരുതി കേട്ടോ. അപ്പോൾ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാനുള്ള ഷവർമയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മയണൈസ് മാത്രമേ ഇല്ല കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസ് വെച്ചിട്ടാണ് കേട്ടോ എന്നാൽ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കറക്റ്റ് 4-5 ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് ബ്രെഡ് ആരും എടുക്കാതെ മാറ്റി വയ്ക്കുന്ന ബ്രെഡില്ലേ, അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തുടങ്ങിയേക്കാം, ഉള്ള സാധനം വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ഇതുപോലെ ഒന്ന് പിടിച്ച് വെക്കണം കേട്ടോ. പിടിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഈ കരിഞ്ഞിരിക്കുന്ന ഭാഗമല്ലേ അതങ്ങ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ സൈഡൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ കൂടി വരുന്നത്. അപ്പോൾ ഈ സൈഡ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ കട്ട് ചെയ്ത ഈ പോർഷൻസ് ഉണ്ടല്ലോ, ഇതിനെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ഇരിക്കുന്ന ബൗളിൽ നിന്ന് ബ്രെഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ ബൗളിലേക്ക് തന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം 5 ബ്രെഡല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഒരു മുട്ട എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മുട്ട എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുകയാണ്. പാലൊഴിച്ചപ്പോൾ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ 2 ബ്രെഡ് വീതം മുട്ടയിൽ മുക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ 2 ബ്രെഡ് എടുത്തതിന് ശേഷം ഒരുമിച്ച് പിടിച്ചിട്ട് ബ്രെഡെല്ലാം മുട്ടയിൽ മുക്കിയെടുക്കാം. എല്ലാ സൈഡും ഇതുപോലെ മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങ് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് 3 പീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ ലാസ്റ്റ് വന്ന ഈ കുഞ്ഞെന്ന് പറയുന്നത് ഒരെണ്ണം ഞാൻ മടക്കി വെച്ചേക്കുവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചേക്കുന്ന ബ്രെഡും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് 2 വശവും നന്നായിട്ട് മൂപ്പിച്ചങ്ങ് എടുക്കാം. അപ്പോൾ 2 വശവും മൂപ്പിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് നേരം ഞാൻ ഇതുപോലെ സൈഡിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ബ്രെഡിൽ നന്നായിട്ട് വെളിച്ചെണ്ണ പിടിക്കുമല്ലോ. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇതുപോലെ അങ്ങ് വാർന്ന് പോട്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഒരെണ്ണം ഇവിടെ റെഡിയാണ്. ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 3 ബ്രെഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നമുക്ക് കഴിക്കാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മുടെ
ബാക്കി സാധനങ്ങളും കൂടി ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാബേജും ക്യാരറ്റും അതുപോലെ തന്നെ പൊരിച്ച ചിക്കൻ ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് പൊടി പൊടിയാക്കി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഇടണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം പൊരിച്ച ചിക്കനിൽ ഉപ്പുള്ളതുകൊണ്ട് നമ്മുടെ ക്യാരറ്റിനും ക്യാബേജിനും മാത്രം മതിയല്ലോ ഉപ്പ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടെടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ബാക്കി വന്നിട്ട് വീട്ടിലിരിക്കുന്ന ടൊമാറ്റോ സോസും കൂടെ ഇതുപോലെ ഞെക്കിപ്പിഴിഞ്ഞ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞെക്കി അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ടൊമാറ്റോ സോസും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ഫില്ലിങ്സ് ഈ പോക്കറ്റ് ഷവർമയ്ക്കുള്ളിലാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ ലാസ്റ്റ് വന്ന ഒരെണ്ണം മടക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു സ്പൂണിൽ ഇതുപോലെ കോരി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പോക്കറ്റ് ഷവർമയ്ക്കുള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും കോരി വെക്കാനായിട്ട് വന്നപ്പോഴാണ് ഇനി ബാക്കിയുള്ളതിനും കൂടെ തികയോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങ് വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡിലും ഇതുപോലെ ഫില്ലിങ്സ് ഒന്ന് നിറയ്ക്കാം. അപ്പോൾ എല്ലാ ബ്രെഡിലും ഫില്ലിങ്സൊക്കെ നിറച്ചിട്ട് നമ്മുടെ പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മയണൈസും കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി നല്ല ടേസ്റ്റി. മയണൈസ് ഇല്ലാത്ത പക്ഷം നമുക്ക് ടൊമാറ്റോ സോസ് മാത്രം മതി കേട്ടോ. അതിനുശേഷം വിളക്കത്തിക്കുന്ന ടൈമൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഞാനും വന്നിച്ചും കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വിളക്കൊക്കെ കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എണ്ണ ഒഴിക്കാനും എല്ലാം അവൻ ചെയ്തോളാം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ കൂട്ടുകാരൊക്കെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ആയിട്ട് ഇരുന്ന് കളിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചായ ഇടണം. അപ്പോൾ പൊന്നിച്ചിൻ്റെ അച്ഛനിപ്പോൾ പാലൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ പോക്കറ്റ് ഷവർമയൊക്കെ കഴിച്ചു നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.